ഇന്നിപ്പോ ഒരു സാധനം ആ ഒരു ഇത് പൊട്ടിപ്പോയ പിന്നെ അടുത്ത് എപ്പോഴാ അതിങ്ങനെ വരുന്നത്? ഡെയിലി ഇങ്ങനെ വന്നോണ്ടിരിക്കും? ചിലപ്പോൾ ആഴ്ചയിൽ, ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. ചിലതിപ്പോ വരണത് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ ഹീലാവും, ചിലതിപ്പോ മാസങ്ങൾ എടുക്കാം, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം. ഗ്രോയിനിലൊക്കെ വന്നിട്ടുള്ളത് എനിക്ക് 1.5 വർഷമൊക്കെ ആയിട്ടുള്ളതുണ്ട്. അതായത് ഡ്രെയിൻ ആവണില്ല, പക്ഷെ ഒരു ലീഷനായിട്ട് ഇങ്ങനെ ഉണ്ട് അത്. അപ്പൊ ഈ അണ്ടർ ആംസിൽ ഇടുന്ന സമയത്ത്, ഈ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര പെയിൻ എടുക്കുവോ ആ ഒരു സമയത്ത്? ഡ്രസ്സിങ് ഒക്കെ ഉള്ള കാരണം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ. ഹസ്ബൻഡ് ആണ് ഭയങ്കര ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് ഞാൻ കേട്ടു. ലവ് മാരേജ് ആണോ? അതെ അതെ, ലവ് മാരേജ് ആണ്. ഓക്കെ. ഹസ്ബൻഡ് അപ്പൊ ഈ റിലേഷൻ ആയ സമയത്ത് ഈ ഒരു അസുഖത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്തൊന്നും എനിക്കില്ലായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് ഇത്? അതിനുശേഷം എന്റെ മോൾക്ക് ഒരു 3-4 വയസ്സുള്ള സമയത്താണ്. അപ്പൊ അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല? പ്രഗ്നൻസി ടൈമിലോ അതിനുശേഷം അങ്ങനെ ഒന്നും ഇല്ല? അപ്പൊ ഇത് വന്ന സമയത്ത് ഹസ്ബൻഡ് എങ്ങനെയാ അപ്പൊ അതിനെ ടേക്ക് കെയർ ചെയ്തത്? എല്ലാവരും, ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവരെല്ലാം എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അറിയാലോ, നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഈ പഴുപ്പും ബ്ലഡൊക്കെ കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചില കമന്റ്സിലൊക്കെ വരുന്ന പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. ഞാനിപ്പോ വീട്ടിലാരും ഭക്ഷണം കഴിക്കുന്നവരടുത്ത് പോയിരുന്നിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യൊന്നും ചെയ്യില്ലല്ലോ.